സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമക്കൾ ഒരുങ്ങുവേൻ. കർത്താവ് നിങ്ങൾക്ക് അന്യഭാഷകൾ സംസാരിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷകളിൽ ചിലവഴിക്കുവൻ, സമയങ്ങൾ ചിലവഴിക്കുവൻ. ഒരു പർട്ടിക്കുലർ ടൈം മാറ്റിവെക്കുക. ഈ 10 മിനിറ്റ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഈ അരമണിക്കൂർ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഈ 1 മണിക്കൂർ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഈ ഒരു മണിക്കൂർ ഞാൻ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും, ഈ 1 മണിക്കൂർ ഞാൻ ഈ വചനം പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കുന്ന ദൈവജനത്തെ വേണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഞാൻ ഇത്രയും മണിക്കൂർ നടന്ന് കർത്താവിനെ ആരാധിക്കും, നടന്ന് കർത്താവിനെ സ്തുതിക്കും. അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്ത് കർത്താവിനെ സ്തുതിക്കും, ഞാൻ യാത്ര ചെയ്ത് കർത്താവിനെ ആരാധിക്കും. നിങ്ങളുടെ യാത്രകളെ ഒരു ആരാധനയുടെ യാത്രയാക്കി മാറ്റുവേൻ. നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഒരു ആരാധനയുടെ സഞ്ചാരങ്ങളാക്കി മാറ്റുവേൻ. ദേശങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വായിൽ സ്തുതി ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനുള്ള ആരാധന ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വായിൽ നിന്നും അന്യഭാഷകൾ പുറപ്പെടട്ടെ, വചനങ്ങൾ പുറപ്പെടട്ടെ. അമ്മ ദൈവരാജ്യത്തിന്റെ ഡിക്ലറേഷൻസ് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടട്ടെ. ശക്തി പുതുക്കണം, ശക്തി പുറപ്പെടണം. ദുഷ്ടശക്തികളെ തകർക്കണമെങ്കിൽ, ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങൾ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം ഈ ലെവലിൽ ശക്തിപ്പെട്ട് നൽകണം. മസിൽ പവർ അല്ല, ബുദ്ധിയുടെ ശക്തിയല്ല, ആത്മാവിന്റെ ശക്തിയിൽ ജയിച്ചെഴുന്നേൽക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അവൻ ആത്മാവിൽ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു.